ലക്ഷ്മണ പരിത്യാഗം. ദുഃഖിതനായി മുഖം കുനിച്ച് ദീനനായിരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ട് സന്തുഷ്ടഭാവത്തോടെ ലക്ഷ്മണൻ പറഞ്ഞു, നാഥാ, എന്നെക്കുറിച്ച് ചിന്തിച്ച് അങ്ങ് ദുഃഖിക്കരുത്. എന്നെ വധിച്ച് അങ്ങ് സത്യത്തെ രക്ഷിച്ചാലും മനസ്സിൽ എൻ്റെ കണക്ക് കാരുണ്യമുണ്ടാകരുത്. ലക്ഷ്മണൻ ഇങ്ങനെ ഓരോന്ന് പറയും തോറും ശ്രീരാമന്റെ മനസ്സിൽ ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മന്ത്രിമാരെയും കുലഗുരുവിനെയും മറ്റും വിളിച്ചു വരുത്തി രാജാവ് തന്റെ മനോദുഃഖം വിവരിച്ചു. ദുഃഖകാരണമെല്ലാം കേട്ടറിഞ്ഞ് വസിഷ്ഠൻ ആലോചിച്ചിട്ട് അപ്പോൾ തന്നെ രാജാവിനോട് പറഞ്ഞു, ഉടനെ തന്നെ ലക്ഷ്മണനെ വധിച്ച് നീ സത്യം പരിപാലിക്കുക. ഇല്ലെങ്കിൽ ധർമ്മം മറയും. ധർമ്മം നശിച്ചാൽ 3 ലോകങ്ങളും മുടിഞ്ഞുപോകും. നിർമ്മലനായ ദശരഥ മഹാരാജാവ് പണ്ട് പുത്രസ്നേഹത്തെ ഉപേക്ഷിച്ച് സത്യത്തെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ദുഃഖവും മരണവും ഉണ്ടായതെന്നുകൂടി നീ ഓർമ്മിക്കുക. രാജാക്കന്മാരായാൽ സത്യം പരിപാലിക്കണം. പുത്രൻ, ഭാര്യ, സമ്പത്ത് എന്നിവയോട് വേർപെടാത്തവരായി ഈ ലോകത്ത് ആരുമില്ലെന്ന് മനസ്സിലാക്കുക. നിനക്ക് വളരെ സഹോദരസ്നേഹമുണ്ടെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും ആദരവോടെ സത്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ മട്ടിലുള്ള ഗുരുജനവചനങ്ങൾ കേൾക്കുന്തോറും രാമഭദ്രന്റെ ഉള്ളിൽ ദുഃഖം പെരുകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, നീ പൊയ്ക്കൊള്ളൂ. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആലോചിച്ചു നോക്കിയാൽ ത്യാഗവും വധവും തുല്യമാണ്. ജീവനായ നിന്നെ ഉപേക്ഷിച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ? എത്ര കഷ്ടമാണ് നിന്നെ പിരിഞ്ഞുള്ള ജീവിതം. ശ്രീരാമചന്ദ്രൻ അളവറ്റ ദുഃഖത്തിൽ മുഴുകുന്നത് കണ്ട് മറ്റു ജനങ്ങളുമെല്ലാം ദുഃഖിതരായി. ജ്യേഷ്ഠന്മാരെയും ഗുരുപാദങ്ങളെയും നമസ്കരിച്ചിട്ട് ലക്ഷ്മണൻ സരയൂ നദിയുടെ തീരത്തു ചെന്നിരുന്ന് യോഗനിഷ്ഠയോടെ ബ്രഹ്മധ്യാനത്തിൽ മുഴുകി. ദേവകൾ പുഷ്പവൃഷ്ടി തൂകി വാഴ്ത്തി സ്തുതിച്ചു. ആ സമയത്ത് ദേവേന്ദ്രൻ വിമാനവുമായി അവിടെ വന്നെത്തി. ആ വിമാനത്തിൽ ലക്ഷ്മണനെ ഇരുത്തി സ്വർഗത്തിൽ കൊണ്ടുപോയി സുഖമായി പാർപ്പിച്ചു. ഉടനെ തന്നെ ലോകൈകനാഥന്റെ എഴുന്നള്ളത്തുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ദേവന്മാർ പ്രീതരായി.